ഹലോ, ഷെറീസ് ബേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഇട്ടിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ 200 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഒരു തേങ്ങയുടെ പാല്, നല്ല കട്ടിപ്പാല് പിഴിഞ്ഞെടുക്കണം. അത് ടിൻ മിൽക്കായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മീൻ കറിയിൽ പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. ഒരെണ്ണം മതിയാവും. അതുപോലെ 6 ചുവന്നുള്ളി വേണം, അത് ചെറുതായി അരിഞ്ഞെടുക്കണം. 5 പച്ചമുളകും ഒരു ചെറിയ 2 തക്കാളി, വലുതാണെന്ന് വെച്ചെങ്കിൽ 1 മതിയാവും. അത് അരിഞ്ഞതും കൂടി തയ്യാറാക്കി വെക്കുക. പിന്നെ മുളക് പൊടി 3 വലിയ ടേബിൾ സ്പൂണാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു മൺചട്ടിയിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും രുചിയായിട്ട് നമുക്ക് കിട്ടും. നന്നായി മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പും ചേർക്കണേ. ഒരു ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. തേങ്ങാപ്പാലായതുകൊണ്ട് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി കറി തിളച്ച് ഒന്ന് കുറുകുമ്പോൾ മാത്രമാണ് നമ്മൾ മീൻ ചേർക്കുന്നത്. അതുകൊണ്ട് നന്നായി കുറുകണം. കുറുകിയിട്ടില്ലെങ്കിൽ കറിയിലെ വെള്ളവും അതുപോലെ നമ്മൾ മീനിടുമ്പോൾ അതിലെ വെള്ളവും കൂടി കൂടിയിട്ട് കറി ലൂസായി പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറുകിയോ നോക്കിയിട്ട് മാത്രം മീനിടുക. ഇവിടെ ഇപ്പം ഞാൻ മീനും മാങ്ങയും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്. കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മാങ്ങയാണ്. നിങ്ങൾക്ക് മാങ്ങ വേവ് കൂടുതലുള്ള മാങ്ങയാണെന്നുവെച്ചെങ്കിൽ ആദ്യം മാങ്ങ ചേർത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെമ്മീൻ ചേർത്താൽ മതി. അതുപോലെ ചെമ്മീൻ ചേർത്തിട്ട് ഒരുപാട് നേരം നമ്മൾ വേവിക്കരുത്. അപ്പോൾ ചെമ്മീന് സോഫ്റ്റ്നെസ് പോവും. ചെമ്മീൻ്റെ 2-3 മിനിറ്റ് മതിയാവും. നന്നായിട്ട് വേവിച്ചിട്ട് തീ ഓഫാക്കാം. എന്നിട്ട് അതിന് ശേഷം അതിന് വെളിച്ചെണ്ണയിൽ താളിച്ചിടണം നമ്മൾ ഈ കറിക്ക്. മീനെല്ലാം നന്നായി വെന്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അതായത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി വഴറ്റണം. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിൽ കറിവേപ്പില ഇട്ടിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടണം. ഇതിടുന്നത് നല്ലൊരു മീൻ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. ഇങ്ങനെ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണേ. പച്ചമണം പോവാതെ ആ കറിയിലൊഴിച്ചാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇങ്ങനെ താളിച്ചൊഴിച്ച നല്ല കിടിലൻ മീൻകറി തയ്യാർ. ഇത് പൊറാട്ടയ്ക്കൊപ്പവും പത്തിരിക്കൊപ്പവും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.